ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് നമ്മൾ ബേക്കറിയിൽ നിന്നെല്ലാം വാങ്ങുന്ന തേങ്ങ ബിസ്ക്കറ്റില്ലേ, കോക്കനട്ട് കുക്കീസ്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഇതിൻ്റെ വെള്ളമെല്ലാം മാറ്റിയിട്ടൊന്ന് വറുത്തെടുക്കേണ്ടി വരും. ഇത് നമ്മൾ തന്നെ ആക്കുന്നതായതുകൊണ്ട് ഞാൻ വീട്ടിലുള്ളതാണ് എടുത്തിന്, വാങ്ങിയതല്ല. അപ്പോൾ ഇനി ഒന്ന് ചൂടാക്കിയെടുക്കണം നമുക്ക്. പിന്നെ കുറച്ച് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മളെ ബട്ടർ എടുത്തിട്ടുണ്ട്, പിന്നെ പാല് വേണം, പിന്നെ ബേക്കിംഗ് സോഡ വേണം, പാല്, പിന്നെ വാനില എസൻസ്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇതാക്കിയെടുക്കുന്നത്. പിന്നെ മൈദയും വേണം. ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളത്. മൈദ 2 ഗ്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ പാല്, പഞ്ചസാര, തേങ്ങ, ഇതെല്ലാം ഇതിന് വേണ്ട സാധനങ്ങൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം ഞാൻ പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, 1 ഗ്ലാസ് പഞ്ചസാര. അപ്പോൾ ഞാനിത് തേങ്ങേനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ചുവന്ന കളറ് വരാത്ത വിധത്തിൽ നമുക്കതിനെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇത് ഗ്യാസ് കത്തിച്ചിട്ട് ഞാൻ പാന് വെച്ചിട്ട് തേങ്ങേനെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്ത് ഓക്കെ. അപ്പോൾ ഇനി ഒന്ന് നമുക്ക് വറുത്തിട്ടൊന്ന് എടുത്തിട്ട് വരാം. ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും, അത്രയേ ഉള്ളൂ. അധികം ചുവന്ന കളറാകാൻ പാടില്ല, അപ്പോൾ നമ്മളെ കുക്കീസിൻ്റെ ടേസ്റ്റെല്ലാം മാറിപ്പോവില്ലേ. പിന്നെ ചെറിയെല്ലാം വേണ്ടിക്കിൽ ഇതിന് വെക്കാം, പക്ഷെ ചെറിയൊന്നും പിറക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ ചെറിയൊന്നും വെക്കുന്നില്ല. വെറുതെ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ ആക്കാം എന്നുള്ള ഒരു ഇതാണ് ഞാൻ കാണിക്കുന്നത്. ഒന്നുമില്ലാണ്ട് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്കാക്കുക, അത്രയേ ഉള്ളൂ. അതെല്ലാം കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെയെല്ലാം ആക്കാം. അപ്പോൾ ചെറിയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചെറിയൊന്നും എടുക്കാണ്ട് ചെറിയോ മുന്തിരിയോ എന്താ വേണ്ടത്, മുന്തിരി ഉണ്ട്, മുന്തിരി വെക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു. വെറുതെ ആക്കിയിട്ടുള്ള തേങ്ങാ ബിസ്ക്കറ്റായിട്ട് ആക്കാമെന്നാണ് ഞാനിപ്പോൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കുക്ക് ചെയ്യാനുള്ള പാത്രം ഞാൻ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഡലി തട്ടില്ലേ, അതിൻ്റെ അകത്താണ് ഞാനിത് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. നമ്മൾ കേക്കെല്ലാം ആക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഏകദേശം ഒന്ന് വെള്ളം ആറി വരുന്നുണ്ട്. കളറ് മാറുന്നേരടക്ക് നമുക്ക് എടുക്കണം, എന്നിട്ട് ഇതിനെ തനിയാൻ വേണ്ടി വെക്കണം. അതാണ് പരിപാടി. വേഗം കഴിയുന്ന പരിപാടിയാണ്. ആ ബേക്ക് ചെയ്തിട്ടാകുന്ന നേരം വരെയുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം വേണ്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നമ്മളെ തേങ്ങ ഇട റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമെല്ലാം ആറിയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇനി കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിന് ഞാനിവിടെ വെക്കുന്നുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതവിടെ നാട്ടിയപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കാം. അപ്പോൾ ബട്ടർ എടുത്തിട്ട് ബട്ടറെല്ലാം റെഡിയാക്കി എടുത്തു. ഫ്രിഡ്ജിലുള്ളതെല്ലാം ഞാൻ കുറേ നേരത്തെ എടുത്തെല്ലാം പുറത്ത് വെച്ചതാണ്. പ്ലേറ്റെല്ലാം ഇങ്ങോട്ട് മാറ്റി വെക്കട്ടെ. അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് അതിനൊന്ന് നല്ല വൃത്തിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഓക്കെ. ഇതിനെ കൊണ്ടാണ് ഞാൻ റെഡിയാക്കുന്നത്. നമ്മളെ ഇതിനെ കൊണ്ട് കുറച്ച് ആദ്യം ഇതിനെ കൊണ്ടൊന്ന് അടിച്ചതിൻ്റെ ശേഷം നമുക്ക് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് പാല് കൂടി ഒഴിക്കുക, പിന്നെ മൈദ നമുക്ക് അരിച്ചെടുക്കുക, അങ്ങനത്തെ എല്ലാം പരിപാടി. എന്തോ വിളിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഞാനതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ. എന്നിട്ട് രണ്ടും കൂടി മിക്സ് ആക്കുക.
അപ്പം നല്ല അടിപൊളിയായിട്ട് ഇതായി. അപ്പം അതിലേക്ക് നമുക്ക് ഇത് നല്ല വൃത്തിയിൽ ഇങ്ങനെ ഇതാക്കി എടുക്കുക. ഇതാ ഇനി ലാസ്റ്റ് കൈ കൊണ്ട് കുഴക്കുമ്പോൾ ശരിയായിക്കോളും. ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കണം. കണ്ടല്ലോ, ഇത് രണ്ടും ഇപ്പം മിക്സായില്ലേ. പഞ്ചസാരയും നമ്മളെ ബട്ടറും കൂടി ഇപ്പം ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് നമ്മളെ മൈദ അരിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇനി ഇതിൻ്റെ ആവശ്യമില്ല. ഇനി ഇതെടുത്ത് നമുക്ക് മാറ്റാം. ഇനി ഇത് വേണ്ട, ഇത് നമ്മളെടുത്ത് കഴിഞ്ഞ് അതിനെ ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് അതിനെ വേണ്ട. അപ്പം ഞാനിതിലേക്ക് മൈദ അരിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടെ. ആദ്യം ഒരു ഗ്ലാസ് ഇട്ട് ഒരു ഗ്ലാസും കൂടി അളന്നെടുക്കട്ടെ. അപ്പോൾ ഇതാ എല്ലാം ഞാൻ തേങ്ങയും ഇതും എല്ലാം ഇട്ട് പാലൊഴിക്കട്ടെ. ഇനി എല്ലാം കൂടി മിക്സാക്കിയിട്ടുണ്ട്. കുറേശ്ശെ പാലൊഴിച്ചിട്ട് നമുക്കിതിനെ കുഴച്ചെടുക്കണം. പാല് ജാസ്തിയായി പോറ്, ആവശ്യത്തിന് മാത്രം. മൈദ അരിച്ചിൻ്റെ അകത്തേക്ക് ഇട്ടു, എല്ലാ കാര്യവും ചെയ്തു. അപ്പം ഇനി നമുക്ക് ഇതെല്ലാം നല്ല വൃത്തിയിൽ ഇങ്ങനെ കുഴച്ചെടുക്കുക വേണ്ട. ഇനി കുറച്ച് വാനില എസൻസ് ഒന്ന് ഒഴിച്ച് കൊടുക്കട്ടെ. അയ്യോ, എൻ്റെ ഫോണ് തട്ടിപ്പോകുന്നു സ്റ്റാൻഡിൽ വന്നു. അപ്പം ഞാൻ കുറച്ച് വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെ ഓക്കെ. അപ്പം അതുമായി എല്ലാം ആക്കി. ഇനി നല്ല വൃത്തിയിലൊന്ന് കുഴച്ചെടുക്കട്ടെ. കൈക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൈക്ക് തടവാം. എന്നിട്ടെല്ലാം കൂടി മിക്സാക്കി എടുക്കാം. അപ്പോൾ പിന്നെ ഇങ്ങനെ പറ്റുന്ന പരിപാടി നടന്നോളും. ഇങ്ങനെയുള്ള പാകത്തിനാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇനി മധുരമെല്ലാം ഉണ്ടോയെന്ന് ഇനി ഇപ്പം നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരമെല്ലാം ഉണ്ട്. അപ്പോൾ ഇനി മധുരമൊന്നും ഇടണ്ട, ആവശ്യത്തിനുള്ള മധുരമുണ്ട്. അപ്പോൾ കൈക്കൊട്ടി പിടിക്കുന്നതിന് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് കൈക്ക് ആക്കുന്നുണ്ടേ. ഒരു ലേശം ഇതാ കണ്ട, ഒന്ന് വെറുതെ ഒന്ന് അത് ക്ലിയർ ആക്കാം. ഇതാ അപ്പോൾ ഒന്ന് ക്ലിയറായില്ലേ. ഇതാ അപ്പോൾ ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലിയർ ആക്കി എടുക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ ഇതാന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള പ്ലേറ്റ്. അതിൽ ഞാൻ ഇതാ കുറേശ്ശെ ഇങ്ങനെ നമ്മളെ തേങ്ങാ ബിസ്ക്കറ്റിൻ്റെ ഇത് ഇങ്ങനെ നുള്ളി ഇടുന്നുണ്ട്. ഇതാ ഷേപ്പൊന്നും ആക്കുന്നൊന്നുമില്ലേ, ഇങ്ങനെ ഇതാ കണ്ട, ഇങ്ങനെ നുള്ളി ഇടുന്നതാണ്. ഇതാ കണ്ടല്ലോ, ഇതേപോലെ ഇതാ കണ്ട, കുറേശ്ശെ ഇങ്ങനെ നുള്ളിയിട്ട് അടയിടുക. ഇങ്ങനത്തെ ഓരോ ഷേപ്പിലല്ലേ നമുക്ക് ചില സമയം തേങ്ങാ ബിസ്ക്കറ്റ് ബേക്കറിയിൽ നിന്ന് കിട്ടൽ, അതേപോലെയാണ് ഞാൻ ഇവിടെ ആക്കുന്നത്. കണ്ടല്ലോ, ഇനി ഒന്ന് നടുക്കും കൂടി വെച്ച് കൊടുക്കുക. നടുക്കും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും ആയി അത്. കണ്ടല്ലോ. അപ്പോൾ ഇതിനെ ഞാൻ ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കട്ടെ. ബാക്കിയുള്ള നമുക്ക് അടുത്ത ട്രിപ്പിന് വെച്ച് കൊടുക്കാം. ഇതിവിടെ അടച്ചു വെക്കാം. ഓക്കെ. അപ്പോൾ ഇതാ ഞാനിത് ബേക്ക് ചെയ്യാൻ ഇവിടെ വെച്ചിട്ടുണ്ട് പാത്രം. അപ്പോൾ അതിലേക്ക് ഞാനിത് ഇറക്കി വെക്കുന്നുണ്ടേ. ഇതാ കണ്ടല്ലോ. ഇനി ഇതവിടെ അടച്ചു വെക്കട്ടെ. ഇങ്ങനെയാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. ഇന്ന് ഞാൻ ബിസ്ക്കറ്റാക്കി ആ തട്ട് തന്നെ എടുത്ത് വെച്ചിട്ടായിരുന്നു. ഇന്ന് ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പം ഞാനിത് അടച്ചു വെക്കട്ടെ. അപ്പം എന്നിട്ട് നമുക്ക് തീ കുറച്ചിട്ട് വെക്കാം ഇനി. അപ്പം ഇനി ഇതായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാ ഗൈസ്, എൻ്റെ തേങ്ങാ ബിസ്ക്കറ്റിൽ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാക്കിയ പാത്രം ഇതാ
തേങ്ങാ ബിസ്ക്കറ്റ് ഇതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടല്ലോ. ഇതാ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോവുമായിട്ട് കാണാം. ബായ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ. ഓക്കേ.